വണ്ടി തിരിച്ചിട്ട്. എന്താ സാധാരണ മാഷ്ക്ക് മനസ്സിലായില്ലേ പാർട്ടിന്റെ എന്താ ഈ വൈക്ക്? നീങ്ങ ഒന്നും മിണ്ടുകയല്ല പറയുകയില്ല. നല്ലൊരു പ്രശ്നമുള്ള സ്ഥിതിക്ക് നമുക്ക് വരാണ്ടിരിക്കാൻ പറ്റൂല. ഇതങ്ങനെ പാർട്ടിക്കാരിടപെട്ട് തീരേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ കൂട്ടക്കാരും മഹലിൽ സംസാരിച്ച് തീരേണ്ടതേ ഉള്ളൂ. എന്നിട്ട് തീർന്ന ഓ ഒക്കെ സോൾവായി. പെൺകുട്ടി പിയാപ്പിളേന്റെ കൂട്ടത്തിൽ ഇപ്പൊ ഇറങ്ങും. അപ്പൊ പ്രശ്നം തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങളിപ്പോ നടപ്പാക്കുന്നത് ചെക്കൻ്റെ ഇഷ്ട. എന്നാൽ ഈ വിഷയത്തില് പെൺകുട്ടിക്കും പാർട്ടിക്കും വേറെ നിലപാടാവുണ്ട്. ഏതാ ചെക്കൻ? ഞാനാണ്. അന്റെ ഒപ്പരം വരാൻ ഈ പെൺകുട്ടിക്ക് ഇഷ്ടമല്ല. സതേട്ടാ അതങ്ങളോട് മുമ്പ് പറഞ്ഞിന്, പക്ഷെ ഇപ്പം മാറി. കണ്ടല്ലോ അവള് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നു. അത് നീ പറയുന്നല്ലേ? സംഗതി ശരിയാ, ഓള് പോവാൻ റെഡിയായിട്ട് തന്നെയാ വന്നിരിക്കുന്നത്. പക്ഷെ ഇവന്റെ ഒപ്പരല്ല, എന്റെ ചെക്കൻ്റെ ഒപ്പരം. ഷാനോ, ഇവന്റെ ഒപ്പരം. അവര് തമ്മിൽ ഇഷ്ടത്തിലാപ്പ. അപ്പൊ അവരൊരുമിച്ച് ജീവിക്കട്ടെ. ഇതൊക്കെ തീരുമാനിക്കാൻ താനാണോ? ഇന്റെ വല്യാപ്പ എനക്ക് തിരിഞ്ഞ മുത്തുക്കോയാ, ഈ ഹിമാറിനോട് പറഞ്ഞു കൊടുക്ക് ഞാനാരാന്നല്ല, ഇവിടുത്തെ പാർട്ടി എന്താന്ന്. എന്താ ഇത് ഗുണ്ടായിസോ? ഇത് ഗുണ്ടായിസല്ല, കമ്മ്യൂണിസാ. നിങ്ങൾ ചെയ്ത് ചെറ്റത്തരം. അത് നമ്മ വെച്ച് പൊറപ്പിക്കൂല. അജ്മല, എനിക്കും നിന്റെ ഏട്ടനും ഇവനായിട്ട് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ അത് കച്ചവടം ചെയ്ത് വീട്ടണം. അല്ലാണ്ട് ലോകത്താരും പെണ്ണു കൊടുക്കാത്ത ഈ പിരാന്തന് പെങ്ങളെ കൂട്ടി കൊടുത്തിട്ടാവറ്. അടി അടി കൊണ്ട് തൂറും ചക്കാതി. അതിന് നിക്കണ്ട. ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഞാൻ ഉപ്പാനെ ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോരെ. അപ്പോ നീ പോന്ന്? ഇന്നെ കൊണ്ടുപോകാനാണ് ഷാനു വന്നിക്കണ്. നമ്മ തമ്മിൽ അറിയും. കൈരളി ഇവന്റ്സ് കേറ്ററിംഗ്. ഓവർന്നും ആയില്ല. ഞാൻ പ്രതീക്ഷിച്ച സതേട്ടൻ ആ പുതിയപ്പളന്റെ മോറും ചെവിയും ചേർത്ത് പാടണം പൊട്ടിച്ചിട്ടേ പരാതിയൊക്കെ എത്തി മോനെ. ഫോൺ എടുത്താലും ചൊറിയോ എടുത്തില്ലെങ്കിലും ചൊറി. എന്തൊക്കെയാ സാധാരണ നീ നിന്റെ ഈ പിള്ളേർ കാണിക്കുന്നത്? ഏത് ഭാഷന്റെ മോളെയാ നിങ്ങൾ തട്ടിക്കൊണ്ടു പോകുന്നത്? തട്ടിക്കൊണ്ട് പോകുന്നല്ല കേപ്പി. പിന്നെ കുറെ ഫെനാറ്റിക്കുകൾ കുടുംബക്കാരും ചേർന്നൊരു പാവം കുട്ടീനെ ഒരു സൈക്കോന്റെ കൂടെ തള്ളി പറഞ്ഞേക്കാൻ നോക്കിയപ്പോ അവിടുന്ന് രക്ഷിച്ചു കൊണ്ടുവരിക. അതിന് ഇതാ വഴി. ഞാൻ കൂട്ടിക്കൊണ്ടുവന്നല്ല, അവള് സ്നേഹിച്ച ചെറുപ്പക്കാരനോട് അവൾ ഇറങ്ങിപ്പോന്ന്. പക്ഷെ പേര് പാർട്ടിക്കാര് പോക്കിത്തരം കാണിച്ചു എന്നല്ലേ വരുവാ? ഒന്നും വരൂല. എന്റെ കേപ്പി ഇത് എന്റെ കയ്യിൽ നിൽക്കും. ഞാൻ നോക്കിക്കോളാം. പാർട്ടിക്ക് ഒരു ദോഷം വരൂല. തിരിക്ക് അങ്ങനെ പറയാ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാ വരുന്നത്. ഒരു തെരഞ്ഞെടുപ്പിന്റെ അപ്പുറത്തും രാഷ്ട്രീയ പ്രവർത്തനം ഇല്ലേ കേപ്പി? കയ്യൂരോ കരിവെള്ളൂരോ നമ്മളെ തലമുറയെ കൊണ്ട് ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഇടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ വിപ്ലവം എന്നുള്ള വാക്ക് മറന്നു പോകില്ലേ നമ്മള്? എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഒരു മീറ്റിംഗിൽ കയറുമോ? ചില നേരത്ത് നമ്മളെ ചില നേതാക്കന്മാർ മൂരിനേക്കാളും കഷ്ടം. സുമേഷ്, നീ നേരത്തെ എന്താ പറഞ്ഞ? ഞാനോന്റെ പറഞ്ഞൊന്ന് സുഖം പോയി. പക്ഷെ സതേട്ടൻ ഇപ്പൊ ഫോണിൽ പറഞ്ഞു അത് മാസായി. ഞാനങ്ങ് വരാം. വെച്ചോ. സുമേഷ പറ, ഏതാ മാസായി എന്ന് പറഞ്ഞ? ഓ, ഞാൻ പറച്ചിൽ നിർത്തി. ചെക്കനെയും പെണ്ണെയും കൊണ്ട് എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞു. എന്റെ പുറയിലേക്ക്. കാര്യം പറഞ്ഞു. അതേടോ, എന്റെ വീട്ടിലേക്ക്. എന്താ കുഴപ്പമുണ്ടോ? എന്തു കുഴപ്പം? അടിപൊളിയല്ലേ? ഷാനോ,
കിട്ടിയ ചെറിയ ടൈമിൽ ഞാൻ ചില അറേഞ്ച്മെൻ്റ് ഒക്കെ അങ്ങ് ചെയ്തു. നിങ്ങളൊരു 4-5 ദിവസം മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഗംഭീരമാക്കായിരുന്നു. എന്താ സുമേഷേ? പിന്നെ അല്ലേ, എന്തായാലും നിങ്ങളുള്ളത് വെച്ചങ്ങോട്ട് മിന്നിക്ക്. എനിക്ക് അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോകാനുണ്ട്. സതട്ടാ കേറിട്ട് കൂട്. അല്ലടാ, ഞാൻ വരാം, അത്യാവശ്യമുണ്ട്. വണ്ടിയെടു, നിങ്ങൾ ചെല്ല്. ഇപ്പൊ ഇതാണ് എൻ്റെ പേര. അങ്ങനെ ഹിസാന കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക്. ലക്കി ഗേൾ. കൊണ്ടൊരു കൊട്ടാരം പൂട്ടിക്കിടക്കാം. അയാളെ സെറ്റപ്പാക്കി നമുക്ക് അങ്ങോട്ട് മാറാം. അങ്ങനെ എൻ്റെ അമ്മയൊരു അമ്മായിമ്മേ അല്ലേ ഷാനു? മുത്തപ്പ പൂജാരി എത്തി. ഏതൊക്കെയോ പെണ്ണുങ്ങൾ പേര് പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് 4 മുദ്രാവാക്യം വിളിച്ച് ചെക്കനെ പെണ്ണിനെ ആദ്യം നിങ്ങൾ പറയുമ്പോഴൊന്നും കാര്യം നടക്കൂല. എന്നാലും ഒരുത്തൻ്റെ കല്യാണ. കല്യാണത്തിൻ്റെ പരാതി വേറെയും വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എങ്ങനെയും ഹോൾഡ് ചെയ്ത് വെക്കാം. പക്ഷേ ഇതിപ്പോൾ കൃത്യം നടന്നിട്ട് ഇത്രയും ആയില്ലേ? നിങ്ങളുടെ ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. ഈ ചെക്കന്മാരും പ്രാണം കളഞ്ഞ് പണിയെടുത്തിട്ടുണ്ടായത് ആ പാർട്ടിക്ക് ഗവൺമെൻറ്റും മന്ത്രിമാരും ഒക്കെ. അതിൻ്റെ ന്യായവും അന്യായവും ഒക്കെ പാർട്ടിക്ക് നന്നായിട്ടാണ്. നിങ്ങൾ നിങ്ങളെ കാര്യം പറഞ്ഞാൽ മതി. അതാ പറഞ്ഞത്. എന്തായാലും നിങ്ങൾ ഏതെങ്കിലും പ്രതികളെ തരേണ്ടി വരും. അതിത്തിരി നേരത്തെ ആയാൽ, അതിലൊരു യഥാർത്ഥ പ്രതിയെങ്കിലും ഉണ്ടായാൽ ഞങ്ങളൊക്കെ നിങ്ങൾക്ക് കാര്യസ്ഥ പണിയെടുക്കുക എന്നുള്ള ചീത്തപ്പേര് ഞങ്ങൾക്ക് മാറിക്കിട്ടും. പിന്നെ നിങ്ങൾ പ്രതികളെ നേരിട്ട് കോടതിയിൽ ഹാജരാക്കുന്നതിന് പകരം ഞങ്ങൾക്കൊരു അറസ്റ്റ് രേഖപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് ഞങ്ങൾക്കും സർക്കാരിനും ഒരു അന്തസ്സാകും. എൻ്റെ പിള്ളേരെ പൂട്ടിയിട്ട് തന്നെ വേണം നിങ്ങൾക്ക് അന്തസ് ഉണ്ടാക്കാൻ. തരക്കേടില്ല. നിങ്ങൾ ഭയങ്കര പന്നിയാട്ടോ. നന്നായിനി. എന്തായത് നിന്റെ ചിരിവള്ളി കുട്ടിയാ? ശരിക്കും വള്ളിയാ? ആ, നീ ഇവിടെ ചിരിച്ചോണ്ടിരുന്നു. ആൺകുട്ടികള് കല്യാണം കഴിച്ച് നിന്റെ പോരെ കയറി. ഈ എന്നടാ കേട്ടുക? മൂക്കിൽ പല്ല് മുളച്ചിട്ടോ? മൂക്കില് പല്ല് പറയുന്നത്. ഇവൻ നന്നാവലടാ വിട്ടളി. ഇല്ല, വിട്ടളെ വരട്ടെ. ഒരു കാര്യം ചെയ്യാം. നീ ശരിയാവില്ല. നീ എനിക്കൊരു പെണ്ണിനെ കണ്ടുപിടിച്ചാ ഞാൻ പ്രേമിക്കാടാ. ഞാൻ എന്താ മാമേ പെണ്ണിനെ കണ്ടു. അല്ലേ ഈ കുരിപ്പി ചിരിച്ച് നീലിക്ക് അജിമാമ, നീ ഒരെണ്ണം ഒഴിമാമ. ആ, നീ കുളിക്കാൻ പോയാലും ഞാൻ ഉപ്പാനെ വിളിച്ചിന്. എന്നിട്ട് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കി. ഒന്നും പറയില്ല. അസലായിന് ആ സെൻസിലാണോ? അല്ല, ഒന്നും പറയാനില്ല. അതിൻ്റെ മോളെ വെച്ചിട്ട് പോടും. ആ സെൻസില. അപ്പൊ മാച്ചായി. മറ്റേതൊരു സിംഗിൾ തമാശ ആക്കല്ല. ഖബർ വിലക്കുന്നവരെ പറഞ്ഞിട്ടാണ് മഹല്ല കമ്മിറ്റിക്കാർ പോയത് പോലും. അതൊക്കെ നമുക്ക് സെറ്റാക്കാന്ന്. നീ അത് കുളിച്ചൊന്ന് സെറ്റ് അപ്പത്തേക്ക് ഞാൻ ഓരോന്ന് സെറ്റാക്കിട്ട് ഉസാറല്ലേന്ന്. ആ ചൊല്ലു നിൻ ചുടുചുംബനമേ. തലേ ഓൻ പാടട്ടെ. കള്ളവും കുടിച്ചോട്ടെ. ഈടെ കിടന്ന് നോളിയിട്ടാലോ? നാട്ടുകാരെന്ത് പറയും? ഇതൊരു കല്യാണ വീടല്ലേ, മരണ വീടാ? പാട്ടാണത്ര. എന്താണ് അമ്മണിയേച്ചി കുഞ്ഞേളന്തി? കുഞ്ഞമ്മണി എന്നാണ് റേഷൻ കാർഡിലെ പേര്. ഇവൻ എത്ര അടിച്ചോ? 3 ആയിട്ടുള്ളൂ. സുമേഷ്, നീ ഒന്ന് നമുക്ക് പുറത്തേക്ക് നിൽക്കാം. പാട്ടി ഞാൻ വന്നിട്ട് പാടിത്തരാം. വീടാവല്ലേട്ടാ. സ്റ്റഡിയോ നമ്മളെ ചില നേതാക്കന്മാര് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളാവും. പക്ഷെ ഞാനാ മൈൻഡ് ആക്കൂല. നമ്മൾ CI അലിയാർ, SI ചന്ദ്രൻ, ഇവരെ കയ്യിൽ നിന്ന് ഈ കേസ് പുറത്തേക്ക് പോയാൽ നമുക്ക് ദോഷം ചെയ്യും. എത്രയും പെട്ടെന്നൊരു പ്രതിനെ ഹാജരാക്കണം എന്ന് അവർ പറയുന്നു. കുഴപ്പമില്ല സാധേട്ടാ, ഞാൻ പോ റെഡി വന്ന്. എനിക്കെന്താ പ്രാന്ത?
ഏടിയോ കിടന്നൊരു പെണ്ണിനെ വിളിച്ചിറക്കി വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് നീ കളിക്കാൻ നിൽക്കുക. ഞാൻ ഫ്രീ ആണേ. ഇതുണ്ടല്ലോ സാട്ടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞ അധിക പ്രശ്നമായിട്ട് തോന്നറേ. ഇവിടെ ഞാൻ ഒഴിച്ചവരൊക്കെ അകത്ത് കിടന്നുണ്ട്. ഇവർ കണ്ണൂർ ജയിലിലെ അനുഭവങ്ങളൊക്കെ തള്ളുമ്പോൾ ഞാൻ ഒന്നും ഒരു മറ്റോനെ തൊള്ളലേക്ക് കുത്തിരിക്കലാണ് പതിവ്. അതുകൊണ്ട് ഇപ്രാവശ്യമല്ല എനിക്കൊരു ചാൻസ് താ, ഞാൻ പോകും. സാധാരണ നിങ്ങൾ ഓൻ പറഞ്ഞ കാര്യമൊക്കെ ഓൻ ഫിറ്റാണ്. നീ പള്ളിയെ കിടക്കുന്ന 3 എണ്ണത്തിൻ്റെ നേരത്ത് പറയുന്ന പൂതി കൊണ്ട് പറയുന്ന സാധേട്ടാ, പ്ലീസ് ഞാൻ പോവാം. അപ്പൊ ചേച്ചിമാരും വേറെ ആരുമില്ല. ഒറ്റമോളാ? എനിക്ക് നിങ്ങൾ 2 റൗണ്ട് കൂടെ കളിച്ചിട്ട് പോയാൽ മതി. മോള് ഉഷാറല്ലേ? ഒരു പേടിയും വേണ്ടാട്ടാ. മണിയേച്ചിയെ, സുമേഷ് എൻ്റെ ഒപ്പം ഒരു വഴിക്ക് വരിക. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ മുമ്പ് വരൂ. ശ്രദ്ധിക്കുന്നു സാധാരണ അടുത്ത് പറഞ്ഞ ഞാനും പറട്ടെ. വേണ്ട. ആ, ഞങ്ങളിങ്ങ് പോരും. പോലീസുകാരെ പോരും. നീ ചെറുതായിട്ടൊന്ന് ഓടാൻ നോക്കിക്കോ, ഓവറാക്കണ്ട. ഓക്കെ. ഒരു CIൻ്റെ ആഫീസിലേക്ക് അവിടുന്ന് കൊണ്ടുപോകുക. അവിടെ വെച്ച് കോടതി പൊളിഞ്ഞു പോകുന്നൊരു FIR ഉണ്ടാക്കുള്ളൂ. പേടിക്കൊന്നും വേണ്ട. എനിക്ക് പേടിയൊന്നുമില്ല സാധാരണ. അല്ലല്ലോ, കുഴപ്പമില്ല. എന്നാ ഞാനങ്ങ് ചെയ്യാന്നല്ല. ഓ, നാളെ വക്കീലായിട്ട് കാണും. ചായൻ്റെ പൈസ ഞാൻ കൊടുക്കുക. ജയാ, 20. അങ്ങനെയൊക്കെ. ആ, നീ എന്ത് നോക്കി കുത്തിയിരിക്കുക ഷാനുയുടെ? ആ കുട്ടിയുടെ ഒറ്റയ്ക്കല്ലേ, നീ ചെല്ല്. കുറച്ച് കഴിട്ടാൻ വിളിച്ചേ. ഒന്ന് തരാണ്ട് കുല. നിക്കിനെ എവിടെ എന്താ കാര്യം? ചെല്ലടാ, ഓളും വല്ലാത്തൊരവസ്ഥയിലല്ലേ. നിങ്ങളുടെ പരിപാടി എന്താ? പുറേ പോകുന്നുണ്ടാ? ഇല്ലെങ്കിൽ ഈടെ എടെങ്കിലുമൊക്കെ കിടന്നോളി. പുല്ലായിട്ട് ഒരെണ്ണം കോലായിലേക്ക് എടുത്തിട്ടോളി. ഞങ്ങൾ സമയമാകുമ്പോൾ കിടന്നോളാം. ആടെ പോലീസ് സ്റ്റേഷനിൽ ഓന് കിടക്കാൻ പായൊക്കെ കൊടുക്കുവോ? വിചാരിക്കണം. ഞാൻ പായം വിരിയും പുറത്തേക്ക് വെക്കാം. ആ കല്യാണത്തിന് നല്ല സൂപ്പർ ഫുഡ് ഉണ്ടായി. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആവശ്യം വന്നുകൊണ്ട് വിട്ടിട്ട് ഉടനെ പോന്ന. ചിക്കൻ എങ്ങനെയുണ്ട്? മോശമല്ലപ്പാ. നിങ്ങൾ കഴിച്ചാ? ഇല്ല.
ഇൻ്റെത് കഴിഞ്ഞിട്ട് കാണാം. ഞാൻ ടൈം എടുക്കൂട്ടോ. ഭക്ഷണം നല്ലോണം ചവച്ചരച്ച് കഴിച്ചാൽ തടിമ പിടിക്കും. ഓ അന്ന് നിന്റെ കൂടെ ഉണ്ടായിരുന്നതിൽ പേര് ചേർക്കാൻ പറ്റുന്ന ഒരുത്തിനെ പറ. പ്രതിയാക്കാനല്ല, സാക്ഷിക്കാം. അമ്മാര് പരിപാടിയൊന്നും വേണ്ട സാറേ. മീൻ പിടിക്കാൻ പോയ സ്ഥലത്തുണ്ടായ കച്ചറ പ്രാണരക്ഷാർത്ഥം കൊല. അതിനപ്പുറത്തുള്ളൊരു കളിയില്ല. സാധാരണ പറഞ്ഞല്ലേ, പിന്നെന്താ നിങ്ങൾ പോയി പൊട്ടം കളിക്കുന്നത്? ഞാനത് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് കുഴപ്പം എന്താ വെച്ചാലേ, ഇത് വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ ബോധമുള്ള ഏത് മൈസൂരേട്ടിനും കാര്യം കത്തും. നിങ്ങൾ ഈ പോലീസുകാരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതാ, നമ്മൊന്ന് ചെറുതായിട്ട് താന്ന ഉടനെ തലമ കയറുന്നു. താഴ്ന്ന പതുക്കെ ശരിയാക്ക്, ഞാൻ കോട്ടയത്തിലുണ്ടാവും. ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ, നിങ്ങൾ വിശ്വസിച്ചോളണമെന്നില്ല. സത്യത്തേക്ക് അനങ്ങനെ കൊല്ലണമെന്നൊരു പ്ലാനേ ഞാൻ കൊണ്ടായിരുന്നില്ല. പിന്നെന്താ, ഓനായിരുന്നു വാങ്ങി. ശരിക്കും കുത്തിയത് ഷാനു അല്ലേ? സാറേ വല്ലാണ്ട് പോലീസ് കളിക്കാൻ നിൽക്കല്ലേ. ഷാനു വേറെ ആരും കിട്ടിയില്ല. ഓനന്ന് നാട്ടിൽ തന്നെ ഇല്ല. ഒന്നാമതായിട്ട് ഈ പറയുന്ന ചപ്പളാച്ചി അല്ലാണ്ട് ഓനി കൊത്തും കച്ചറയൊക്കെ മരണ പേടിയാണ്. കേറ്റിക്കോ, പൊറോട്ട കേറ്റിക്കോ. ഷാനു ഹലോ, ഇടാ ഫസ്റ്റ് നൈറ്റ് ആന്നേ. മുല്ലപ്പൂ ഇല്ലെങ്കിലും പാലൊക്കെ ഉണ്ട്. ഈ എന്താ ആകെ മൊത്തം ചാർജ് ഡൗൺ ആയിരിക്കുന്നേ? അങ്ങനെ തോന്നിയ ആ, എൻ്റെ തോന്നലാണോ? എന്നാ പോട്ടെ. അല്ലപ്പാ, ഉള്ളതാ. സുബേഷിനെ കൊണ്ടുപോയില്ലേ, അതിൻ്റെ അത് കഴിഞ്ഞ പിന്നെ അമ്മിണിയേച്ചി ആകട്ടെ സ്പാ. ആ സദേട്ടങ്ങളെ ഗോഡ് ഫാദറാ. ആള് പക്കയാണ്, എന്നാലും എന്തോ എനിക്ക് നിന്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഭയങ്കര മിസ്റ്ററി ആയിട്ടാ തോന്നുന്നേ. അങ്ങനെയൊന്നുമില്ലപ്പാ. ഈ രക്തബന്ധം ഒന്ന് കേട്ടിട്ടുണ്ടോ? അതിപ്പാരക്കാത്ത അതുവരെ ഈ രക്തബന്ധം എന്ന് പറഞ്ഞാൽ ശരിക്കും ബ്ലഡുമായിട്ടുള്ള ബന്ധമാണ്. പക്കാ ബ്ലഡ് റിലേഷൻ. എനിക്ക് വരുന്ന മാപ്പിളാരൊക്കെ സൈക്കോ ആണല്ലോ പഠിച്ചോനെ. ഞാൻ സൈക്കോയും കൈക്കോ എന്നല്ല. നീ വാ കിടക്കും. അതെ, എനിക്കൊരു ഫ്ലാഷ് ബാക്കിലുള്ള മൂടുണ്ട. പിന്നെന്താ? എൻ്റെ കുടുംബത്തിനെ കുറിച്ച് ആടെ ഇടയും തൊടാതെ എന്തെല്ലോ പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ മൊത്തമായിട്ട് എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. എന്നോടൊന്നല്ല, ആരോടും പറഞ്ഞിട്ടില്ല. എൻ്റെ വാപ്പ ഒരു പാർട്ടിക്കാരനൊന്നും അല്ലേലും പാവ ഒരു കച്ചവടക്കാരൻ. ഉമ്മവിനെ അറിയാലോ, എല്ലാ വീട്ടിലെയും പോലെ അടുക്കള, കറിക്കലം, നിസ്കാരപ്പടം, അങ്ങനൊരു ടിപ്പിക്കൽ ഉമ്മ. പിന്നെ ദസ്ബിയിലെ മുത്തോണിയോള് പോലെ ഒന്നിനു പുറകെ ഒന്നെന്ന് 3 പെങ്ങന്മാർ. അതിലേറ്റവും ഇളയതാണ് ഞാൻ. 3 പെങ്ങന്മാർക്ക് ശേഷം കണ്ട ആൺകാലായതുകൊണ്ടായിരിക്കണം ഓനെ നന്നായിട്ട് പോറ്റണമെന്ന് പറഞ്ഞ് വെല്ലുപ്പൻ നിലമ്പൂർക്ക് വിട്ടു. വെല്ലുപ്പാന്ന് പറഞ്ഞാൽ ഉമ്മാടെ ഉപ്പ. ആടെ നിന്ന് ഞാൻ ദർസി പഠിക്കുമ്പോഴാണ് വെല്ലുപ്പ മരിക്കുന്നത്. മരണം അറിഞ്ഞ് ഉമ്മാനെയും പെങ്ങന്മാരെയും കൂട്ടിക്കെട്ടി ഉപ്പ നിലമ്പൂർക്ക് പുറപ്പെടാൻ നിൽക്കുമ്പോഴാണ് ബാലമാഷ് പറഞ്ഞു. ബാലമാഷ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഈടെ പേര് കേട്ടാൽ നെട്ടുന്ന നേതാവാണ്. പക്ഷെ വാപ്പാനെ ഭയങ്കര കാര്യമാണ്. നീ ഈ കുഞ്ഞു മക്കളെയും കൊണ്ട് വണ്ടിയൊക്കെ മാറി കയറിയിട്ട് എപ്പോൾ എത്താനാ നിലമ്പൂര്? നീ ഒരു കാര്യം ചെയ്, എൻ്റെ കാറെടുത്ത് പോടും. എതിർ പാർട്ടിക്കാരുടെ കൈപ്പാങ്ങനെ ഒത്തുകിട്ടാത്തതുകൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്നവരാ ഇവിടുത്തെ പല പാർട്ടിക്കാരും. പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് മാറി ഓരുടെ കൈക്ക് ബാലമാഷിനെ ഒത്തു കിട്ടിയെന്ന് ഒരു കരുതി. പക്ഷെ കിട്ടിയത് ബാലമാഷിനല്ല, ബാലമാഷിന്റെ കാറിന്. പിന്നെ കാറൽ മാക്സ് ആരാന്ന് പോലും അറിയാത്ത മാടായിക്കാരൻ ഹമീദിനെയും ഓന്റെ പെണ്ണിനെയും 3 കുഞ്ഞു പിള്ളേരെയും. വേരടക്കം വെന്തുപോയി ഇഷ്ട കുടുംബം. ഉമ്മ വീട്ടിൽ പെട്ടെന്ന് ആളും തരക്കാരും കണ്ടതിൻ്റെ അർമാസിലായിരുന്നു ഞാൻ. പയ്യന്നൂര് തന്നെ കൂട്ടാൻ
ബാലമാഷ അടക്കമുള്ള സാക്കിളെത്തി. ആ കൂട്ടത്തിൽ നല്ല ഉറച്ച ശബ്ദവും മുഖമുള്ള ഒരാളുണ്ടായിരുന്നു. ഈ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങളൊക്കെ ഗോഡ് ഫാദർ സദാട്ടൻ. നമുക്ക് പോണ്ടേ കണ്ണൂർക്ക്? സദാറിന്റെ തോളിലിരുന്ന് ഞാനിവിടെ എത്തുന്നു. അത്ര ഉയരത്തിയിരുന്ന് ആദ്യമായിട്ടാണ് ഞാൻ ലോകം കാണുന്നതെന്ന് അന്ന് എനിക്ക് തോന്നിയില്ല. നിറയെ ആളേനും ഇവിടെ മൊത്തം. അതിൻ്റെ ഇടയിലോട്ട് ഒഴുകി നീങ്ങുന്ന 5 സന്തൂക്കുകൾ. കുഞ്ഞേ, ആ കൊണ്ടുവന്ന മയ്യത്തുള്ള ആരുതാന്ന് നിനക്കറിയോ? എൻ്റെ വാപ്പാനെയും ഉമ്മാനെയും കുഞ്ഞന്മാരെയും ചില നായിൻ്റെ മക്കൾ കൊന്ന് ഓരോ മയ്യത്താ കൊണ്ടുവന്നു. എന്നെ നിലമ്പൂർക്ക് തിരിച്ചു കൊണ്ടുപോകണമെന്നായിരുന്നു ഉമ്മ വീട്ടുകാർക്ക്. മോനെ നമുക്ക് പോണ്ടേ? ഓന് ഈടത്തെ കുട്ടിയാണ്. ഓൻ്റെ ഇളയപ്പന്മാരും നമ്മയൊക്കെ ഈടയിലുള്ളത്. ഓന് ഈട നിൽക്കും. ഈ ചെന്നായ വളർത്തിയ കുട്ടി എന്നുള്ള സിനിമ പേര് കേട്ടില്ല? അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്തിയ കുട്ടിയാണ് ദീപു അയ്യപ്പ.